എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ആലോചിക്കുകയായിരുന്നു, ഞാൻ രണ്ട് വലിയ മനുഷ്യരുടെ ഇടയിലാണ് നിൽക്കുന്നത്. ഇന്ന് കർമ്മം കൊണ്ടും വ്യക്തിത്വത്തിലും ഒരു മഹാ വ്യക്തി, ഇവിടെ ഹൈറ്റ് കൊണ്ടൊരു 6 feet 8 is it? Anyways, 2018 നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും തന്നെ ലൈഫ് ലോങ് നമ്മുടെ മനസ്സിൽ നിൽക്കാവുന്ന ഒരു ഇമോഷണൽ ജേണി ആയിരുന്നു ഇത്. ഇപ്പോൾ നേരത്തെ ജൂഡ് പറഞ്ഞ പോലെ പടം കണ്ടതിന് ശേഷം എല്ലാവരും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, വളരെ സന്തോഷം. പക്ഷേ ഇത് തുടങ്ങുന്ന ഒരു നിമിഷം, ഇപ്പോൾ സിനിമ OTT-യിൽ വന്നതിന് ശേഷം തമിഴ്നാട്ടിലെ പല സംവിധായകരും എന്നെ വിളിച്ച്, പ്രോബ്ലി ഞാൻ ആ പടത്തിൻ്റെ ഭാഗമായതുകൊണ്ടായിരിക്കാം, ഇവർ ചോദിച്ച ഒരേ ഒരു ചോദ്യം എന്ന് വെച്ചാൽ എങ്ങനെ അദ്ദേഹം അത് കൺസീവ് ചെയ്തു, അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് അത് തുടങ്ങിയത് എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് വേർ ആ തോട്ടിനാണ് ആക്ച്വലി ദ ഫസ്റ്റ് അപ്രീസിയേഷൻ. ആ തോട്ട് പിന്നീട് പ്രാക്ടിക്കലാക്കി നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് വേർ ദെയർ ആൻഡ് ടെക്നീഷ്യൻസ് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ആൻഡ് ഈ യാത്ര തുടർന്നത് 2018 ഒഫീഷ്യൽ എൻട്രി ദി ഓസ്കാർസ് വരെ എത്തിയിരിക്കുന്നു. സോ ദിസ് ഇസ് എ വെരി, നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇറ്റ്സ് എ വെരി ഫിലിം ക്ലോസ് ടു അവർ ഹാർട്ട്. പിന്നെ മനസ്സിലെപ്പോഴും തോന്നുന്നൊരു കാര്യം, മലയാളത്തെ എക്കാലത്തെയും ഏറ്റവും വലിയ ഹിറ്റായ ഒരു സിനിമ വെറും ഒരു മാസ് കമേഴ്ഷ്യൽ സിനിമ മാത്രമല്ലാതെ വളരെ കലാമൂല്യമുള്ളൊരു സിനിമ ആയതിൽ ഒട്ടേറെ സന്തോഷം. അത് നൗ ഇറ്റ് ഹസ് റീച്ച് ദി ഓസ്കാർ റേസ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവട്ടെ. അപ്പോൾ അതുപോലെ ഹരിഹരൻ സാറിൻ്റെ കൂടെ ഒരിക്കൽ ഞാൻ ഒരു പ്രോജക്റ്റിൽ കമ്മിറ്റ് ചെയ്ത് ഞാൻ MT സാറിൻ്റെ അടുത്ത് പോയി അനുഗ്രഹമൊക്കെ മേടിച്ചതായിരുന്നു, പക്ഷേ അത് നടന്നില്ല. ഹോപ്പ്ഫുള്ളി എപ്പോഴെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റട്ടെ സാർ. ആൻഡ് സോ DNFT, താങ്ക് യു ഫോർ ദിസ് ഒക്കേഷൻ. ഇതിൻ്റെ സെലിബ്രേറ്റിംഗ് ഇന്ത്യാസ് ഒഫീഷ്യൽ എൻട്രി അറ്റ് ദി ഓസ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വിത്ത് DNFT ആണ് ഈ ഫംഗ്ഷൻ. അധികം താമസിയാതെ ലെറ്റ് us celebrate after winning the Oscars, hopefully. Thank you. Present a memento to Tanvi, and we would love to hear a few words from you, Tanvi. വെൽക്കം ടു ദി പ്രോഗ്രാം. സുഖല്ലേ? സുഖമായിട്ട് പോകുന്നു. ഓക്കെ, അപ്പം എന്താണ് നമ്മുടെ ഒരു മൂവി അല്ലേ, ഓസ്കാർ എൻട്രി, ഹൗ യു ഫീലിംഗ്? ഐ എം ഫീലിംഗ് ഗ്രേറ്റ് ആക്ച്വലി. ഒരുപാട് സന്തോഷമുണ്ട് 2018 സിനിമേൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഒരു സെലിബ്രേഷൻ വരാൻ പറ്റിയത്. ഇറ്റ്സ് നോട്ട് വെരി ഓഫൻ ദാറ്റ് ഒരു ഓസ്കർ സെലക്ഷൻ കിട്ടിയ ഒരു സിനിമേൻ്റെ ഭാഗമാണെന്നുള്ളത്. ഐ തിങ്ക് ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് മുതലുള്ള എക്സൈറ്റ്മെൻറ്റ് ഇസ് കണ്ടിന്യൂയിങ് ഫോർ എ ലോങ് ടൈം നൗ, ആൻഡ് ഐ ഫീൽ റിയലി പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവി. ആൻഡ് ജൂഡേട്ടനും വേണു സാറൊക്കെ ഒരുപാട് ഇതിന് പിന്നിൽ കഷ്ടപ്പെടുന്നുണ്ട്, കുറേ പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് എഫേർട്സ് ഇടുന്നുണ്ടെന്ന് അറിയാം. സോ ഐ എം വിഷിംഗ് ആർ ടീം ഓൾ ദ വെരി ബെസ്റ്റ്. ഇപ്പം നോമിനേഷൻസ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. Camera.